ആലുവയിലെ 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സന്ധ്യയെ ഉടൻ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ആലുവ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്കും വിരലടയാള പരിശോധനയ്ക്കും ശേഷമാണ് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. YS അഭിനന്ദ് വിവരങ്ങൾ ചെന്നു. YS അഭിനന്ദ്, അവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടത്. അഭിനന്ദ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യം ആ കുഞ്ഞിന്റെ അമ്മയെ സന്ധ്യയെ എങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്? സന്ധ്യയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അല്പസമയം മുമ്പായിരുന്നു എത്തിച്ചിരുന്നത്. വൈദ്യപരിശോധനയ്ക്കായി എറണാകുളം ആലുവ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ അല്പസമയത്തിന് മുൻപ് എത്തിച്ചത്. റൂറൽ SP M ഹേമലത, ഒപ്പം തന്നെ പുത്തൻകുരിശ് DYSP നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി വീണ്ടും ഇവിടെ ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റിന് ശേഷം രണ്ടാം തവണയാണ് ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ റൂറൽ SP M ഹേമലത അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇപ്പോഴും അന്വേഷണവുമായിട്ട് നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് എന്നാണ് റൂറൽ SP M ഹേമലത വ്യക്തമാക്കിയത്. നാളെ മുതൽ ബന്ധുക്കളെ ചോദ്യം ചെയ്യുമെന്നും SP M ഹേമലത വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഓർക്കിഡ് കോർട്ട്യാർഡിലുള്ള മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് എറണാകുളം ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ വീണ്ടും എത്തിച്ചിരുന്നു. ഡോക്യുമെന്റ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കുറേയധികം കാര്യങ്ങളിലെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അല്പസമയം മുൻപ് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ എത്തിച്ചതിനു ശേഷം 2 മണിക്കൂർ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തു. നമുക്കറിയാം, പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ പരാതി പോരുന്നത്. അതുകൊണ്ട് പുത്തൻകുരിശ് DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി ഈ സ്ഥിതിഗതികളെല്ലാം തന്നെ വിലയിരുത്തി റൂറൽ SPയുമായി സംസാരിച്ചതിനു ശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടിയിട്ട് സന്ധ്യയെ കൊണ്ടുപോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് രാത്രി 8 മണിയോടുകൂടിയാണ് ഈ സന്ധ്യയെ കസ്റ്റഡിയിലേക്ക് വിളിച്ചു വരുത്തിയത്. സാധാരണ നിലയിൽ തന്നെയായിരുന്നു അവർ ചോദ്യം ചെയ്യാനോട് സഹകരിച്ചത്. ഇന്നലെ രാത്രി നന്നായി ഉറങ്ങി. ഇന്ന് രാവിലെ വീണ്ടും എഴുന്നേറ്റതിനു ശേഷം പോലീസിന്റെ എല്ലാ ചോദ്യങ്ങളോടും വ്യക്തമായ ഉത്തരം നൽകി. പക്ഷേ പോലീസ് ഇത്തരത്തിൽ പറയുന്ന കാര്യമെന്നത് കൊലപാതകത്തിന് പിന്നിൽ എന്താണെന്നുള്ളതിന്റെ മോട്ടീവ് ഇപ്പോഴും സന്ധ്യ നൽകുന്നില്ല. സന്ധ്യ പറയുന്ന മൊഴികളിനകത്ത് ഇപ്പോഴും വൈരുദ്ധ്യമുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. പ്രാഥമികമായ ചില കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ശേഖരിച്ചിട്ടുള്ളത്. ബന്ധുക്കളെയും ഒപ്പം തന്നെ സന്ധ്യയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെയും ഒക്കെ കൃത്യമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇനിയുള്ള ഒടുവിലെ എന്താണ് കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതിന്റെ കാര്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നും റൂറൽ SP വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും റൂറൽ SP M ഹേമലതയും കോടതിയിലേക്ക് പോയിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യൽ തന്നെയായിരിക്കും സാധ്യത കൂടുതലുണ്ടാവും. അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം ഇനി റിമാൻഡിലേക്ക് കടക്കുകയാണോ എന്നുള്ള കാര്യത്തിന് അല്പസമയത്തിന് തന്നെ നമുക്ക് വ്യക്തത വരുത്തുവാൻ സാധിക്കും. എന്തായാലും ഇപ്പോൾ ഹേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘം സന്ധ്യയുമായി മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. കൊലപാതകത്തിന് പിന്നിൽ എന്ത് എന്നുള്ളതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും 30 കിലോമീറ്ററിനപ്പുറത്തേക്ക് പുത്തൻകുരിശ് തന്റെ വീട്ടിൽ ഇപ്പോൾ അന്തിയുറങ്ങുന്ന ഈ സമയത്ത്, കുട്ടി സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ച ഈ സമയത്ത് സ്വന്തം അമ്മയുടെ ആ ഒരു ക്രൂരതയിൽ കൊല്ലപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലേക്ക് എന്താണ് നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഇനി കോടതിയിൽ നിന്നായിരിക്കും നമുക്ക് അറിയുന്നത്. റിമാൻഡ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യത്തിന് ഇനി വ്യക്തത വരെ റിമാൻഡിലേക്കാണോ പോകുക, അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് ഇനി പോലീസ് കടക്കുമോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനും തന്നെയായിരിക്കും അതിൽ വ്യക്തത വരിക എന്നതുമാണ്. എന്തായാലും ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാൻ സന്ധ്യയെ കൊണ്ടുപോയിരിക്കുകയാണ്. SKN. YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.